ഞാനൊരു വീഡിയോ വെച്ച് തരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചുവിന് ഇപ്പോൾ പുതിയൊരു അമ്മേനെ കിട്ടിയിരിക്കുന്നു. ആ അമ്മയുടെ വിശേഷം നമ്മളൊരു സുഹൃത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലിപ്പും അതുപോലെ തന്നെ ആ രേണു സുധീരൻ മകനായ നമ്മുടെ കിച്ചുവിനെ പറ്റി മൂന്നാമത്തെ ഒരു അമ്മ കിട്ടി നോക്കുന്നത്. ആദ്യത്തെ അമ്മ പോയി, ചെറുപ്പത്തിലെ ആദ്യത്തെ അമ്മ പോയി, പിന്നെ രണ്ടാമതൊരു വളർത്തമ്മ വന്നു, ആ അമ്മയും പോയി, ഇപ്പം മൂന്നാമതൊരു അമ്മ വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഈ സുഹൃത്ത് പറയുന്ന വീഡിയോയും കാണാം, അദ്ദേഹം പറയണതും കേൾക്കാം. ഞാനൊക്കെ കംപ്ലൈന്റ് കൊടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചുവിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. അവരുടെ കുടുംബം മൊത്തം, അതായത് സ്വന്തം മകനെ പോലെ നോക്കുന്നവരാണ്. അവരെന്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തോ ഒരു കിച്ചുവിന്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തൃശ്ശൂരിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, എന്ന് വെച്ചാൽ ആദ്യത്തെ അമ്മ കളഞ്ഞിട്ട് പോയി, ഇപ്പൊ രണ്ടാമത്തെ വയസ്സിലെന്തോ അമ്മ ഇട്ടിട്ട് പോയി, രണ്ടാമത് വന്ന അമ്മയെ കുറിച്ച് നമുക്ക് പറയേണ്ടതായിട്ടില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ അവനൊരു അമ്മയെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നല്ലൊരു ലോകമുള്ള മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. അപ്പൊ അത് കിച്ചുവിന്റെ ആഗ്രഹം നടക്കാൻ പ്രാർത്ഥിക്കുക എല്ലാവരും. ആ കിച്ചുവിന്റെ ആഗ്രഹം നടത്താൻ വേണ്ടി നമ്മൾ പോവാണ്. കൊല്ലത്തുനിന്ന് അവനും കേറും, ആഷിക്കും കേറും, അവന്റെ ഫ്രണ്ടും കിച്ചും കൊല്ലത്തുനിന്ന് കേറും. പിന്നെ നമ്മള് ഇവിടെ സെറ്റായി ഇതപ്പോ കേറി ബർഫൊക്കെ ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം. നിങ്ങളെല്ലാവരും അവനെതിരെ വരുന്ന സ്ഥലങ്ങളും ഇതൊക്കെ പിന്നെ നമ്മള് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അവന് ടെൻഷനൊന്നും ഇല്ലാതെ അവിടെ ഇരിക്കാറുണ്ട്. അവന്റെ ഫ്രണ്ട്സുമായിട്ടും സംസാരിക്കും. ഓക്കെ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്താറുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പിയാക്കാനുള്ള കാര്യങ്ങൾ നമ്മളും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ അവനൊരു ആഗ്രഹം പറയുമ്പോ നമ്മള് അത് നടത്തി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇനി പ്രാർത്ഥന ഉണ്ടാവണം ആഗ്രഹം നടക്കണമെങ്കിൽ. അപ്പൊ അത് ഉണ്ടാവട്ടെ. കിച്ചുട്ട് അത്രയും ആഗ്രഹിച്ചാണ് വരുന്നത്. അപ്പൊ ട്രെയിൻ എടുക്കാറായി. നമ്മള് ഇവിടെ കൊച്ചു ആയി ചങ്കുകള് നമ്മളെ ആണക്കുട്ടന്മാര്. ഞാൻ അന്ന് അപ്പൂസിനെ വെയിറ്റ് ചെയ്ത പോലെയാണ് ഇപ്പൊ ഇവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പ്ലാറ്റ്ഫോമിൽ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും നോക്കിയിട്ടുണ്ടാവോ? എനിക്ക് പേടിച്ചിട്ട് ഉറങ്ങില്ല അതുകൊണ്ടല്ലേ. എന്താടാ ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ അതാണ് ഒരു മൂന്നാമതൊരമ്മ കിട്ടിയെന്ന് പറയണത്. ഇപ്പോൾ ഇതിൽ സത്യസന്ധമായിട്ട് അവർക്ക് നമ്മുടെ കിച്ചുവിനെ സഹായിക്കണമെങ്കിൽ സഹായിക്കട്ടെ. എന്താ കാര്യം എന്നുള്ള അവരെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അത് അടുത്ത വീഡിയോയിൽ പറയണത്. അപ്പോൾ കിച്ചുവിൻ്റെ എന്താണ് ഇത്രയും വലിയൊരു ആഗ്രഹം ഇവർ സാധിച്ചു കൊടുക്കാൻ പോകുന്നത് എന്ന് പ്രേക്ഷകർക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയുമെന്ന് വിചാരിച്ച് നമുക്ക് കാത്തിരിക്കാം. എന്താണ് സുധീർ ഇത്രയും വലിയ നമ്മുടെ സുധിയുടെ മകൻ കിച്ചുവിൻ്റെ ഇത്രയും വലിയൊരു ആഗ്രഹം എന്താണ്, അതറിയാനായിട്ട് നമുക്ക് വലിയ താല്പര്യമുണ്ട്. അപ്പോൾ ചിലവരുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കിച്ചും അതുപോലെ തന്നെ രേണു സുധിയൊക്കെ ഭയങ്കര സോഷ്യൽ മീഡിയയിലെ സൂപ്പർ താരങ്ങളാണ്. അപ്പോൾ അവരെ കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂടി റീച്ച് ഉണ്ടാക്കാനായിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. അവരെ കാണാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തും റീച്ച് ഉണ്ടാക്കി ആരും ശ്രദ്ധിക്കപ്പെടാണ്ട് കിടക്കുന്ന ചാനലുകളൊക്കെ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അവസരമാണത്. പോരാത്തന്നെ അവർ കൂടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെ പരിചയമുള്ള മുഖങ്ങളായി മാറും. അങ്ങനെ ഉള്ള ആൾക്കാർ കുറേ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ മുതലെടുപ്പ് നടക്കുന്നുണ്ട്. ഇതെല്ലാം ഇത് മുതലെടുപ്പല്ലാത്ത സത്യസന്ധമായിട്ടൊരു അമ്മയുടെ സ്നേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതെന്താ കാര്യം, എന്താണ് നമ്മുടെ കിച്ചുവിന് ചെയ്തു കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ പാവം പയ്യനെ അവന് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലും പ്രേക്ഷകർക്ക് സന്തോഷമുള്ള ഒരു വിഷമവുമില്ല. അവനൊരു മൂന്നാമതമ്മ സ്നേഹിക്കാൻ വേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിലും നമുക്ക് സന്തോഷമുള്ള ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എന്താണ് കാര്യം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ അവർ പറയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കണ്ടുള്ള സ്നേഹവാത്സല്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത് ജെനുവിനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ഉള്ളിൽ എന്താണ് ഇതിൻ്റെ ഉള്ളിലത്തെ തൃശ്ശൂർ വന്നിട്ട് അവരെന്താണ് ഉദ്ദേശിച്ചത്, നമ്മുടെ കിച്ചു എന്താണ് ഉദ്ദേശിച്ചത്, അവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് അറിയാനായിട്ട് ഒരു താല്പര്യം അത്രമാത്രമുള്ളൂ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരാൾ പെട്ടെന്ന് ഫേമസ് ആവും. അതേപോലെ തന്നെ ഈയാമ്പാറ്റയുടെ ജീവിതം. കാരണം പെട്ടെന്ന് ഫേമസ് ആവും, പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഒരു വിഷയം കിട്ടി വേറൊരാൾ വരുമ്പോൾ എല്ലാവരും അവരെ കൂടെ പോകും, ഇവരെ മറക്കും.
അങ്ങനെ കുറേ ചരിത്രങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രേണു മാത്രമാണ് കുറേ കാലങ്ങളോളം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ആർക്കും ഇത്രയും ഒരു ഫെയിം കിട്ടിയിട്ടില്ല. അതങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഡോക്ടർ റോബിനാണ്. അതേപോലെ തന്നെയാണ് ഇതേപോലെ ലൈവായിട്ട് നിൽക്കുന്നത് നമ്മുടെ രേണുവാണ്. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ, ഇപ്പോൾ ക്യാൻസറിൻ്റെ പ്രശ്നം അതൊക്കെ കൂടിയാകുമ്പോൾ ഇപ്പോൾ കിച്ചു. എന്തായാലും സോഷ്യൽ മീഡിയയ്ക്ക് ആഘോഷിക്കാനുള്ള എല്ലാ വകകളും രണ്ടുപേരും തരുന്നുണ്ട് എന്നതിൽ വളരെ സന്തോഷം. എന്തായാലും എല്ലാം നന്നായി ഭംഗിയായി അവസാനിക്കട്ടെ എന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. നന്ദി, നമസ്കാരം.